ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് കടന്നു എന്ന് ഈ സന്ദേശത്തെ ആത്മാർത്ഥമായി പ്രബോധനം നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് യഥരിബിലേക്ക് അഥവാ ഇന്നത്തെ മദീനയിലേക്ക് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മക്കയിൽ നിന്ന് ചില സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വിദ്യാർത്ഥികളായിരുന്ന ദീൻ പഠിച്ചിരുന്ന ചില സ്വഹാബത്ത് മദീനയിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. മദീനയിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ നിമിത്തമായത് മദീനയിൽ നിന്ന് ഒരു ചെറിയ സംഘം മഹാനായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മക്കയിലേക്ക് കടന്നു വരികയും ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ഉത്ബത്ത് ബിൻ റബീഅയെ കാണാൻ വരുന്ന അസ്അദ് ഇബ്നു സുറാറയുടെ സംഘം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിയിൽ നിന്ന് കാണുകയും അവർ ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ അവർ താല്പര്യം കാണിക്കുകയും ആ സന്ദർഭത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് പരിശുദ്ധ ദീനിനെ കേട്ട അസ്അദ് ഇബ്നു സുറാറയും കൂട്ടുകാരനും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ അസ്അദ് ഇബ്നു സുറാറ എന്ന സ്വഹാബിയെ പലപ്പോഴും ചരിത്രത്തിൽ വേണ്ട രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറില്ല. കാരണം ബദറിലോ ഉഹുദിലോ ഇസ്ലാമിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സായുധ പോരാട്ടത്തിലും ഈ സ്വഹാബി പങ്കെടുത്തിട്ടില്ല എന്നതാണ്. റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഈ സ്വഹാബി വര്യൻ ഷഹീദാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഏറെ പ്രസിദ്ധമായ യുദ്ധങ്ങളിലൊന്നും ഈ സ്വഹാബിയുടെ പേര് പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ മണ്ണിൽ നിന്ന് മദീനയിലേക്ക് കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ, ആയിരക്കണക്കിന് വിശ്വാസികൾ മദീനയുടെ മണ്ണിൽ ഉണ്ടാവാൻ കാരണം മഹാനായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പ്രബോധനത്തിന്റെ ഫലമായിരുന്നു. മഹാനായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ദീനിന്റെ സന്ദേശവുമായി മദീനയിലേക്ക്, തന്റെ നാട്ടിലേക്ക് യഥരിബിലേക്ക് കടന്നു ചെന്നു. തന്റെ ഗോത്രമായ ബനൂ നജ്ജാർ ഗോത്രത്തിന് കൃത്യമായി ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി. അങ്ങനെ ആദ്യത്തെ ഒരു സംഘം, ആദ്യത്തെ 17ഓളം വരുന്ന സംഘം മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വരികയാണ്. അവിടെയാണ് അഖബ ഉടമ്പടി, ബൈഅത്തുൽ അഖബ എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. മക്കയിലേക്ക് കടന്നു വരികയും ഇന്ന് ഹജ്ജിന് നമ്മൾ പോകുമ്പോ ജംറകളിൽ കല്ലെറി, ജംറത്തുൽ കുബ്രക്ക് 7 or 8 അടിയപ്പുറം മസ്ജിദുൽ ബൈഅ എന്ന് പേരുള്ള ഒരു പള്ളി ഇന്നും അവിടെയുണ്ട്. അവിടേക്ക് അസ്അദ് ഇബ്നു സുറാറയും 17ഓളം വരുന്ന ആളുകളും അവിടേക്ക് കടന്നു വരികയും റസൂലുള്ളാഹിയുമായി ആദ്യത്തെ അഖബ ഉടമ്പടി നടത്തുകയും ചെയ്യുകയാണ്. ആദ്യത്തെ അഖബ ഉടമ്പടിയിൽ റസൂലുള്ളാഹിയോട് അവർ ഉന്നയിച്ച ആവശ്യം, റസൂലേ, മദീനയിൽ ഞങ്ങളുടെ നാട്ടിൽ ദീൻ അറിയുന്ന, ദീൻ പഠിച്ച ആളുകൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ ദീൻ പഠിപ്പിക്കാൻ, ദീനീ പ്രബോധനത്തിന് കുറച്ച് ആളുകൾ ആവശ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞയക്കുന്നത്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഒറ്റക്കായിരുന്നില്ല. മിസ്അബിന്റെ കൂടെ കണ്ണു കാണാത്ത സ്വഹാബി വര്യൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് സഹായിയായി പ്രബോധനത്തിന് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനയിലേക്ക് അയച്ചു. മദീനയിലേക്ക് കടന്നു ചെന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹുവിനും മഹാനായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു മദീനയിലെ പ്രസിദ്ധനായിരുന്ന, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്കിടയിൽ നിലയും വിലയും ഉണ്ടായിരുന്ന ആ മഹാനായ സ്വഹാബി വര്യൻ മദീനയിലെ എല്ലാ സൗകര്യങ്ങളും മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന് അനസ്വലാഹിയും അബ്ദുൽ വാരി ഉസ്താനിയും കർണാടകയുടെ മണ്ണിൽ വന്ന് ദീൻ പറയുന്ന പോലെ മക്കയിൽ നിന്ന് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനക്കാരനായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ട് മദീനയിലേക്ക് കൊണ്ടുപോവാൻ എല്ലാ സൗകര്യങ്ങളും, ഇവിടെ SKSM ദീൻ പറയാൻ സൗകര്യം ചെയ്യുന്ന പോലെ അന്ന് മദീനയുടെ മണ്ണിൽ എല്ലാ സൗകര്യങ്ങളും മഹാനായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുത്തു. അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുത്ത സൗകര്യത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹുവും കൃത്യമായ രൂപത്തിൽ ദീൻ പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ ആ പ്രബോധനത്തിന്റെ ഫലമായി മദീനയിൽ മുസ്ലിമീങ്ങളില്ലാത്ത വീട് ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാ വീട്ടിലും മുസ്ലിം ഉള്ള അവസ്ഥയിൽ അത്രയേറെ ദീനിന്റെ പ്രബോധനം അവിടെ നടന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത്രയേറെ ശക്തമായ രൂപത്തിൽ പ്രബോധനത്തിന്റെ മേഖലയിൽ ആ സ്വഹാബത്ത് ശക്തമായ പരിശ്രമം നടത്തിയ റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മദീനയിൽ ആദ്യമായി ജുമുഅ സംഘടിപ്പിച്ച മഹാനായ സ്വഹാബി വര്യനാണ് അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ഞാനിത് പറയാൻ കാരണം റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയതിനു ശേഷമാണ് പരിശുദ്ധ ഇസ്ലാം ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക്, പലയിടങ്ങളിലേക്കായി കടന്നു ചെല്ലുന്നത് റസൂലുള്ളാഹി മദീനയിൽ എത്തിയതിനു ശേഷമാണ്. റസൂലുള്ളാഹി മദീനയിലെത്തുമ്പോ ദീനിനെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ അടിത്തറ ഈ സ്വഹാബത്ത്, തന്റെ യുവത്വം, സ്വഹാബിമാരെല്ലാം തന്റെ യുവത്വത്തെ ചെലവഴിച്ച് പരിശുദ്ധ ദീനിനൊരു അടിത്തറ
മദീനയുടെ മണ്ണിൽ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ സ്വഹാബത്തിന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാനും റസൂലുള്ളാഹിക്ക് കൃത്യമായി ആ മേഖലയിൽ ഇടപെടാനും കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള എന്റെ യുവാക്കളെ, ഈ ശബ്ദം കേൾക്കാമെന്ന SKSM-ന്റെ യൂത്ത് വിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ ദീനിന്റെ സന്ദേശത്തിന് വേണ്ടി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ഈ സന്ദർഭത്തെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലയളവിനെ സ്വഹാബത്ത് ഉപയോഗപ്പെടുത്തിയ പോലെ, മഹാനായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയ പോലെ, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയ പോലെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയ പോലെ, മഹാനായ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയ പോലെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയ പോലെ വളരെ ആത്മാർത്ഥമായ രൂപത്തിൽ ഈ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ദീനിന്റെ മേഖലയിൽ വിനിയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ബോധമുള്ളവരാവുക, പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ ആദർശത്തെ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക.